എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MQVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ്, ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ്, അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഒരു ഡിസൈൻ നോക്കിക്കേ. ഒരു വലിയ ലെങ്തി ക്യാൻഡിൽ, അതിനുശേഷം ഒരു എന്താ പറയണ്ട, ഒരു യു പോലെ വന്നിട്ടുണ്ട്. ഇനി ഒരു ക്യാൻഡിൽ 257 നിന്ന് മുകളിലോട്ട് പോയാൽ ചിലപ്പോൾ ഈ ഒരു ക്യാൻഡിലിൻ്റെ അതേ സ്വഭാവത്തോടു കൂടി, അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, വെറുതെ നമുക്ക് പോവാതിരിക്കുക സെക്കൻഡറി, നമുക്കതൊന്ന് ഒരു വലിയ റെഡ് ക്യാൻഡിൽ, 2 ഗ്രീൻ ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, 2 റെഡ് ക്യാൻഡിൽ. അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ലോ ക്ലിയർ ചെയ്തിട്ട് പറന്നങ്ങ് പോയി കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലിൽ 310 വന്നാൽ എങ്ങനെ ഇരിക്കും? ജസ്റ്റ് ഒരു ഇമാജിനേഷൻ. നെക്സ്റ്റ് ക്യാൻഡിലിൽ ഇവിടെ നിന്ന് പറന്ന് മുകളിലോട്ട് സിംഗിൾ ക്യാൻഡിൽ ഒരു 310 പോയാൽ കാണാൻ നല്ല രസമുണ്ടാവും. ഒരു എന്താ പറയണ്ട, ഒരു ഡിസൈൻ പോലെ വരും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കാം. ലോ ക്ലിയർ ചെയ്തു, $242 ബ്രേക്ക് ചെയ്ത് പറന്നങ്ങ് പോയി കഴിഞ്ഞാൽ സ്റ്റോപ്പ് ലോസ് 232 7 പോയിന്റ് സ്റ്റോപ്പ് ലോസ് വരും. അത് ജസ്റ്റ് നമ്മുടെ മനസ്സിലൊരു പ്ലാനിങ്. ഒരു 7 പോയിന്റ് സ്റ്റോപ്പ് ലോസ് 257 മുട്ടിക്കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റ് വെക്കുക. അതൊരു വെറുതെ നമ്മൾ ഒരു ഇമാജിൻ ചെയ്യുക കേട്ടോ. അത് പറന്നങ്ങ് പോയി കഴിഞ്ഞാൽ സിംഗിൾ ക്യാൻഡിലോ 3 ക്യാൻഡിലോ ആയിട്ട് 310 302 മുട്ടിയാൽ അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് 322 മുട്ടിക്കഴിഞ്ഞാൽ 80 പോയിന്റ് ആയില്ലേ? നമുക്ക് നോക്കാം. നമ്മളിതൊരു ഇമാജിനേഷൻ പറഞ്ഞതേ ഉള്ളൂ, അല്ലാതെ എടുക്കാൻ വേണ്ടി പറഞ്ഞതല്ല. RSI ഓൾറെഡി സ്റ്റിൽ സിക്ക് എന്താ പറയണ്ടേ, പീക്ക് അനുകൂലമായിട്ടാണ് ക്രോസ് ഓവർ നിൽക്കുന്നത്. 15 മിനിറ്റ്സും 30 മിനിറ്റ് RSI ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ 225 മുകളിലൊരു മൂവ് കിട്ടണം, എന്നാലാണ് സി ബ്രേക്ക് ആവത്തുള്ളൂ. നേരെ മറിച്ച് ഇത് നല്ല രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇതൊരു ഇമാജിനേഷനാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് നമുക്കൊരു 235 അല്ലെങ്കിൽ 247, ഈ ഒരു പർപ്പിൾ ലൈൻ ബ്രേക്ക് ചെയ്യുമ്പോൾ സ്റ്റോപ്പ് ലോസ് കോസ്റ്റ് ടു കോസ്റ്റ്. ഇമാജിനേഷൻ എന്ന് പറഞ്ഞിട്ടും കുറച്ച് പേര് എടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് നോക്കാം. ചില സമയത്ത് അങ്ങനെയൊക്കെ വരും. നമ്മളൊരു ചാർട്ട് കാണുമ്പോൾ അതിൻ്റെ ഡിസൈൻ, ട്രേഡിങ് ഈസ് ആൻ ആർട്ട് എന്നാണ് പറയണേ. അപ്പോൾ ഒരു ചാർട്ട് കാണുമ്പോൾ അവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അത് നമ്മൾ ഇതൊന്നും ഒട്ടുമിക്ക ട്രേഡേഴ്സും അതൊന്നും ചിലപ്പോൾ കാണില്ല. ചില സമയത്ത് നമ്മൾ ചാർട്ടിലേക്കൊക്കെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ പണ്ട് സ്കൂളിൽ ചെയ്യുമായിരുന്നു. മഷിപ്പേന വെച്ചിട്ട് ഒരു പേപ്പർ പാതി മടക്കുക, ഒരു സൈഡിൽ മുഴുവൻ മഷിയിട്ട് വെച്ചിട്ട് തിരിച്ചു മടക്കി എന്താ ചെയ്യണേ, ഇതിൻ്റെ ടിറ്റോ ഓപ്പോസിറ്റ് സൈഡ് വരില്ലായിരുന്നോ എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഒരു ലെങ്തി ക്യാൻഡിൽ, 2 ഗ്രീൻ ക്യാൻഡിൽ, ഡോജി ക്യാൻഡിൽ, 2 റെഡ് ക്യാൻഡിൽ. അടുത്ത ക്യാൻഡിൽ ഗ്രീൻ ആവുകയാണെന്നുണ്ടെങ്കിൽ 1/3 അല്ലെങ്കിൽ 1/4, അല്ലെങ്കിൽ 1/1 സിംഗിൾ ക്യാൻഡിൽ തന്നെ. പക്ഷെ അത് അങ്ങനത്തെ ഒരു മൂവ് കിട്ടുകയാണെങ്കിലും 10:30 മുമ്പ് കിട്ടണം. അത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് വോളിയം കുറഞ്ഞ് കൺസോൾട്ടേഷനിലേക്ക് പോകും. 9:15 തൊട്ട് 10:15 10:30 വരെയാണ് ഹൈ വോളിയം മൂവ്മെൻറ്റ് ഞാൻ കണ്ടേക്കുന്നത്. അപ്പോൾ ഈ മൂവ്മെൻറ്റ് 1/3 എന്ന് പറഞ്ഞതിൻ്റെ റീസൺ, ഫസ്റ്റ് റിജക്ഷൻ 254, സെക്കൻഡ് റിജക്ഷൻ 270, പിന്നെയുള്ള റിജക്ഷൻ 302 310 ആ ലെവലിലൊക്കെയാണ്.
അപ്പം അങ്ങനെ വരുവാണെങ്കിൽ വരട്ടെ, ഒറ്റയടിക്ക് ഒരു 80 പോയിന്റ് പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ടു കോസ്റ്റോ 2-3 പോയിന്റ് അത്രേ ഉള്ളൂ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. പിയിൽ നല്ല രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് കിട്ടണമെങ്കിൽ 220 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ആവണം. SMA തൊട്ട് താഴെ നിൽക്കുന്ന കാരണം അങ്ങോട്ടൊരു മാഗ്നറ്റിക് വലിവ് എന്തായാലും ഉണ്ടാവും. 220 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് നെക്സ്റ്റ് ക്യാൻഡിലിന് മൂവ് കിട്ടിയാൽ മാത്രമാണ് പിയുടെ അടുത്ത മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും. 236 ഒരു ടാർഗറ്റ് ഉണ്ട്, 253 ഒരു ടാർഗറ്റ് ഉണ്ട്. എപ്പോൾ 220 മുകളിൽ ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം. SMA താഴെ ഒരു വലിവുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ വലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ കൺസോൾട്ടേഷൻ സോണിൽ കൂടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു പർപ്പിൾ ലൈൻ, ഈ ഒരു വയലറ്റ് ലൈൻ 253 ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ലെവല്, അടുത്ത റിജക്ഷൻ എന്ന് പറയുന്നത് 53 പോരാ, ഒരു 58 ഒന്ന് കടന്ന് കിട്ടണം. 58 ഒന്ന് കടന്ന് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് 270-ലേക്കുള്ളൊരു മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ. ഇപ്പോൾ കുറേ നേരം ഇങ്ങനെ ഇന്നലത്തെ പോലെ തന്നെയാണ്, കുറേ നേരം ഇങ്ങനെയൊക്കെ നിന്നിട്ട് മാർക്കറ്റിൻ്റെ വഴിക്ക് പോകട്ടെ. ഈ പർപ്പിൾ ലൈൻ പക്കാ റെസിസ്റ്റൻ്റ് ആണ്, അതൊന്നും ബ്രേക്ക് ചെയ്യാതെ മാർക്കറ്റ് മുകളിലോട്ടൊരു പോക്ക് പോകത്തില്ല. RSIയും റീക്രോസ് ഓവറായിട്ട് വരണം. പിന്നെ നമുക്ക് 2 മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടോ എന്ന് അറിയാൻ പറ്റും. 2 മിനിറ്റിൽ SMA മുട്ടിയിട്ടില്ല, 257 മുട്ടാനായിട്ടുണ്ട്. അപ്പോൾ 257 SMA 251 ഡൗൺ ആയി. 251 SMA. 251 ഒരു റിജക്ഷൻ പോയിന്റ് ആണ്. 251 ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 260 ആ ലെവലിലേക്കായിരിക്കും. ഞാൻ ഇത് 2 മിനിറ്റും ഇപ്പുറത്തത് 5 മിനിറ്റുമാണ്. അതായത് SMA ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ടോ എന്നറിയാനായിട്ടാണ് 5 മിനിറ്റിൽ 190 എന്നുള്ള സപ്പോർട്ട് ലെവലിലാണ് മാർക്കറ്റ് മുട്ടി നിൽക്കുന്നത്. അടുത്ത 5 മിനിറ്റ് അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ 5 മിനിറ്റ് SMA വരുന്ന അനുസരിച്ചിട്ടായിരിക്കും 2 മിനിറ്റിൽ സിയുടെ മൂവ്മെൻറ്റ് വരുന്നത്. പിന്നെ സിയുടെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ക്യാൻഡില്ല. 247.45 ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ആ ഭാഗത്തേക്ക് റിവേഴ്സ് വരുമോ എന്നുള്ളത് അടുത്ത ക്യാൻഡിലേ നമുക്കറിയാൻ പറ്റത്തുള്ളൂ. ഇതൊക്കെ പരസ്പരം കണക്റ്റഡ് ആണ്, കാരണം ഇതിൻ്റെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. 5 മിനിറ്റിൽ 190 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാൻഡിൽ ആ സപ്പോർട്ട് എഗെയിൻ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ SMA 185 വരാം. അപ്പോൾ 183.44 എന്നുള്ള SMA ഇപ്പോൾ 185 മുകളിലേക്ക് ഷിഫ്റ്റ് ആവും. ഉണ്ടോ, 184 പോയിന്റ് ആ ലെവലിലേക്ക് ഷിഫ്റ്റായി. അപ്പോൾ പിയുടെ അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഒന്ന് കടന്ന് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഇനി പിയിലേക്കാണ് മൂവ്മെൻറ്റ് മിക്കവാറും വരാനുള്ളതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പി എടുത്ത് വെച്ചിട്ട് 190 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പം അത് പ്രീവിയസ് ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് പറഞ്ഞു വരുമ്പോൾ ആകെ കൺഫ്യൂഷനാണ്. അപ്പോൾ അതായത് പിയിലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനും കൂടെയുള്ള ചാൻസ് ഉണ്ട്. SMA ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം ഇങ്ങനെ കൺസോൾട്ടേഷൻ ചെയ്തിട്ടേ മാർക്കറ്റിൽ മൂവ് ഉണ്ടാവുള്ളൂ. ഇന്നലെയും ഇങ്ങനെ തന്നെയായിരുന്നു മാർക്കറ്റ്, ഇന്നും അതേപോലെ തന്നെ ആയിരിക്കട്ടെ. അപ്പം എല്ലാവരും, ഇപ്പം ഞാൻ പ്രതീക്ഷിക്കുന്നത്, എൻ്റെ കാഴ്ചപ്പാടിൽ 190 ഒരുപാട് പേര് സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ താഴെ 184 എന്നുള്ളൊരു ലെവൽ കൂടെ ഉണ്ട്. അത് ചിലപ്പോൾ കണ്ടു കാണില്ല. അപ്പോൾ 195 എടുത്തിട്ട് 190 സ്റ്റോപ്പ് ലോസ് ഇട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് ഒരടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻഡിലോ അടുത്ത ക്യാൻഡിലോ
184.78 ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പി വരും. അത് സിയിൽ എവിടം വരെ പോകും എന്നുള്ളത് നമുക്ക് ടാലി ചെയ്ത് നോക്കേണ്ടി വരും. ആ 184 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് അടിക്കുവാണെങ്കിൽ അതും ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലാണ് സി മുകളിലോട്ട് പോകുള്ളൂ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇപ്പോൾ എടുത്തു വെച്ചിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ നെഞ്ചത്ത് കൈവെക്കുണ്ടാവും. 190 സപ്പോർട്ട് ഒക്കെ നോക്കി എടുത്ത ആൾക്കാർ, അങ്ങനെ എടുക്കുന്ന ആളുകളുണ്ട്. കൺസോളേഷൻ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തു, വീണ്ടും സപ്പോർട്ട് എടുത്തു, ആ സപ്പോർട്ട് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരിരിക്കും. പക്ഷേ ഞാൻ വിചാരിക്കുന്നു 184 സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനാണ് വരുന്നത്. അതിനുശേഷം തിരിച്ച് റിവേഴ്സ് ആയാൽ മാത്രമാണ് പിയുടെ മൂവ്മെൻറ്റ് ഉണ്ടാവുള്ളൂ. നമുക്ക് നോക്കാം. അപ്പോൾ ഏകദേശം എത്ര വരെ വന്നിട്ടുണ്ട്, 185.45 വരെ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് കണക്റ്റ് ആകുമ്പോൾ സിയിൽ എവിടം വരെ ചെല്ലണം, 260.09 കണക്റ്റഡ് ആവണം. അപ്പോൾ എല്ലാം കൂടെ ടാലി ചെയ്ത് നോക്കിയേ, 185 184 യെല്ലോ ലൈനിൽ 5 മിനിറ്റ് ടച്ച് ചെയ്തപ്പോൾ സി 260 പോയി ടച്ച് ചെയ്തിട്ടുണ്ട്. അത് പരസ്പരം കണക്റ്റഡാണ്. വെരി നെക്സ്റ്റ് ക്യാൻഡിൽ ഈ ലോവും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് മാർക്കറ്റ് 165 ഭാഗത്തേക്ക് എത്തത്തുള്ളൂ. അപ്പം അതിനു മുമ്പ് വേറൊരു ലെവലും കൂടെ നമുക്ക്, ഇത് ചാക്കോ മാഷിൻ്റെ കണക്കാണെന്ന് പറയണ ചുമ്മാ അല്ല, 177 മാർക്കറ്റ് മുട്ടുവാണെങ്കിൽ ഇവിടത് 269 ടച്ച് ചെയ്യും സിയിൽ. കാരണം 2 മിനിറ്റിൽ RSI അപ്പർ സൈഡാണ് നിൽക്കുന്നത്. നമ്മൾ 5 മിനിറ്റിലല്ല നോക്കിയത്, കുറച്ചും കൂടെ ലോ ചെയ്തിട്ടാണ് നോക്കിയത്. അപ്പോൾ പി എടുത്തവർക്കൊക്കെ പണി കിട്ടിയില്ലേ. 177 ഡൗൺ ആകുമ്പോൾ 265 മാർക്കറ്റ് നിൽക്കുന്നത്, സി നിൽക്കുന്നത്. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്, സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് പിയിൽ വരും, പിയിൽ സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് വരും. ദേ വരുന്നു, താഴത്തോട്ട് വരുന്നു. നമ്മൾ പറഞ്ഞത് 177 ടച്ച് ചെയ്യുമ്പോൾ, വേണ്ട ബ്ലൂ ലൈൻ അവിടെ ഇടണ്ടായിരുന്നു, 177 ടച്ച് ചെയ്യണ സമയത്ത് ഈ സാധനം എവിടെ പോവും, ഹൈ പോയേക്കണ 265 വരെ പോയിട്ടുണ്ട്. 270 പ്രതീക്ഷിച്ച വോളിയും ഇല്ല, അതുകൊണ്ടാണ് 265 വരെ പോയത്. അപ്പോൾ അത് പക്ക ഒരു റിജക്ഷൻ പോയിന്റ് അല്ലേ. ആ റിജക്ഷൻ ഇനിയും ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്, ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലേ മാർക്കറ്റ് 165 വരത്തുള്ളൂ. അതും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലേ 182 വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ പകുതി കാര്യങ്ങൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. 270 ആ ഒരു ലെവൽ വരെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ 269 268 വരെ വന്നിട്ട് തിരിച്ചു പോയാൽ പോയി. കാരണം എന്താണെന്ന് വെച്ചാൽ സിയിൽ 5 മിനിറ്റിൻ്റെ ക്യാൻഡലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ 270 വരെ പോകാനുള്ള ചാൻസ് ഇല്ല. എവിടം വരെ പോയിട്ടുണ്ട്, 267 വരെ പോയിട്ടുള്ളൂ. 270 ബ്രേക്ക് ചെയ്ത് പോയാൽ പിന്നെ മാർക്കറ്റ് 281 വരെ പോകും. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാതെ പിയിലേക്ക് മാർക്കറ്റ് റീഡൈവർജൻസ് ആയത്, റീടെസ്റ്റ് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 270 ബ്രേക്ക് ചെയ്താൽ ഒരു 10 പോയിൻറ്റ് 280 നോക്കാം. ആദ്യത്തെ റെസ്പെക്റ്റ് ആണ്. 270 അഗെയിൻ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 280 മൂവ് ചെയ്യണേ. അതും ബ്രേക്ക് ചെയ്താൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ എന്താ പറയേണ്ട, ഒരു വല്ലാത്ത രീതിയിൽ നമ്മുടെ ആർട്ട് ഓഫ് ലിവിങ് പോലെ മാർക്കറ്റ് വർക്ക് ചെയ്യും. അപ്പോൾ ആ ഒരു ഒറ്റ ലക്ഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ വെറുതെ ഒരു നമ്മളുടേതായിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ട്രേഡ് എടുത്ത് ഹോൾഡ് ചെയ്തത്. ചുമ്മാ ഒരു രസത്തിന് വേണ്ടി എടുത്തതാണ്, പക്ഷെ അതെന്തോ വർക്കൗട്ടായി. അപ്പോൾ നമ്മുടെ RSIയും കാര്യങ്ങളൊന്നും അവിടെ നമ്മൾ നോക്കിയില്ല. 270 ഇനിയിപ്പോൾ 270 ബ്രേക്ക് ചെയ്ത് ഈ SMA മുകളിൽ നിൽപ്പുണ്ട്. മാർക്കറ്റ് താഴത്തോട്ട് പോരുവാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെന്താ RSI അല്ല നോക്കിയത്, ഇവിടെ ചാർട്ട് പാറ്റേൺ ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ RSI വീണ്ടും റീക്രോസ് ഓവർ സിയിലേക്ക് ആവുന്നുണ്ട്. 270 പക്ക റിജക്ഷൻ പോയിൻ്റ് ആണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ പിന്നെ നമ്മൾ 283 പിന്നെ SMA ആണ്. അവിടെ നിന്ന് ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ 240 ഭാഗത്ത് നമ്മൾ 38 ഭാഗത്ത് എൻട്രി എടുത്തു, 32 സ്റ്റോപ്പ് ലോസ് ഇട്ടു. അപ്പോൾ 40 നിന്നാണെങ്കിലും 26 പോയിൻ്റ്
ഹോൾഡ് ചെയ്ത് എത്തിച്ചിട്ടുണ്ട്. 1500 രൂപ കഥ പറഞ്ഞുകൊണ്ട് 1500 രൂപ. നമ്മൾ ഈ രണ്ട് ചാർട്ട് നോക്കുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പരം കണക്ട് ചെയ്ത് നമുക്കൊരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രണ്ട് ചാർട്ട് നോക്കുന്നത്. ഇനി 270 മേളിലോട്ട് ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയാൽ മാത്രമാണ് മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത്. നിലവിലുള്ള 270 ബ്രേക്ക് ചെയ്ത് ഹൈ വോളിയം കിട്ടിയാൽ മാത്രമാണ്. ഇപ്പോൾ ഒരു ലെങ്തി ക്യാൻഡിൽ, ഒരു ഡോജി ക്യാൻഡിൽ, നിലവിലുള്ള ഈ ക്യാൻഡിൽ 270 ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 280 വരെ പോകാം. 80 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് 288 പോകത്തുള്ളൂ. കാരണം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ട്രെൻഡ് കണ്ടിന്യൂവേഷനൊക്കെ വന്നിട്ട് കുറേ നാളുകളായി. നേരത്തെ സ്ഥിരം ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ഉണ്ടായിരുന്നു. ഇങ്ങനൊരു ഡോജി ക്യാൻഡിൽ, ഇങ്ങനൊരു ക്യാൻഡിൽ വരിക, പിന്നെ ഒരു ഡോജി ക്യാൻഡിൽ വരിക, പിന്നെ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആയിരുന്നു. ആ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 50, 62, 12 പോയിൻറ്റ്. 12 പോയിൻ്റ് എന്ന് പറയുമ്പോൾ 62, 72 ഡെൽറ്റ വാല്യൂ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും 270 ബ്രേക്ക് ചെയ്ത് പോകേണ്ട ക്യാൻഡിലാണത് സിസ്റ്റമാറ്റിക്കലി. പിന്നെ നമ്മൾ 270 കൂടെ ബ്രേക്ക് ചെയ്താലാണ് SMA. കാരണം കഴിഞ്ഞ 2 ദിവസം മുമ്പുള്ള ലൈവ് വീഡിയോയിൽ ഒരു സ്ഥലത്ത് അന്ന് സിയിൽ SMA അടുത്ത് തന്നെ ആയിരുന്നു ക്യാൻഡിൽ, പിയിൽ SMA ദൂരെയായിരുന്നു. പിന്നെ അത് വരുന്നത് വരെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. ഇന്നത്തെ ക്യാൻഡിൽ എന്താ, പിയിലാണ് SMA അടുത്ത് നിൽക്കുന്നത്, സിയിൽ ദൂരെയാണ്. അപ്പോൾ അത് വന്ന വരെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. അപ്പോൾ ഈ ക്യാൻഡിൽ 272 ബ്രേക്ക് ചെയ്ത് പോയാൽ ടെക്നിക്കലി ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷനാണ് വരേണ്ടത്. ആ ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് പോയാൽ ഒരു 280, 82 വരെയൊക്കെ വരേണ്ട ക്യാൻഡിലാണ്. ഓപ്പൺ 261, 61, 10, 71 ഡെൽറ്റ വാല്യൂ നോക്കുമ്പോൾ 72, 73 വരേണ്ട ക്യാൻഡിലാണ്. 270 ബ്രേക്ക് ചെയ്ത് പോകണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു 2 ലോട്ട് എടുത്തു. 270 ഒരു ലോട്ട് കൊടുത്തു. ബാക്കിയുള്ള ഒരു ലോട്ട് എന്ത് ചെയ്യാം, കോസ്റ്റ് ടു കോസ്റ്റോ അല്ലെങ്കിൽ 2, 3 പോയിൻറ്റോ കയറ്റി വെക്കുക, കയ്യും കെട്ടിയിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ആ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്യാൻ താഴത്തോട്ട് വന്നപ്പോൾ അത് അടിച്ചു പോയതാണ്. നമ്മൾ നേരത്തെ ഇറങ്ങിയ അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. സെക്കൻഡ് റിജക്ഷൻ, രാവിലെ എടുത്ത ക്യാൻഡലിൻ്റെ എക്സിറ്റ് പോയിന്റിലാണ് വീണ്ടും നമ്മളിപ്പോൾ നിൽക്കുന്നത്. ആദ്യം അവിടെ എക്സിറ്റ് ചെയ്തു, വീണ്ടും താഴത്തുനിന്ന് റീ എൻട്രി എടുത്തു, വീണ്ടും അവിടെ വന്ന് നിൽക്കുകയാണ്. ഇത് രണ്ടാമത്തെ റിജക്ഷനാണ്. ഈ റിജക്ഷൻ രണ്ടാമത്തെ, മൂന്നാമത്തെ തവണ ബ്രേക്ക് ചെയ്താൽ മുകളിലോട്ട് ഇടിച്ചു കുത്തി മുകളിലോട്ട് പോകും. ഹൈ വോളിയത്തിൽ ചെന്ന് നേരെ മുട്ടുന്നതേ 288-ലായിരിക്കും. ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലാണ്, അതൊക്കെ ശരി തന്നെ. പക്ഷെ അത് റീഡൈവർജൻസ് ഇടയ്ക്ക് വെച്ച് ആവാട്ടോ. ഇത് ഇവിടെയൊക്കെ കണ്ടോ, 5 മിനിറ്റ് പലതവണ വന്നേക്കണ പോലെ ഹയർ ടൈം ഫ്രെയിമിലും ഇടയ്ക്ക് വെച്ചിട്ട് റീഡൈവർജൻസ് ഒക്കെ ആവും. അപ്പം നമ്മളത് കൺഫേം ചെയ്യാൻ നിലവിലുള്ള ലൈവ് ടൈമിലെ മൂവ്മെൻറ്റ് ഏത് വശത്തേക്കെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 5 മിനിറ്റ് നോക്കുന്നത്. കാരണം നമ്മളിപ്പോൾ ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലാണെന്നും വെച്ചുകൊണ്ട് എല്ലാവരും പിയിൽ ചാടിക്കയറും. പക്ഷേ മാർക്കറ്റ് എന്ത് ചെയ്യും, ഓപ്പോസിറ്റ് സൈഡ് പോകും. അപ്പം അങ്ങനെ ഓപ്പോസിറ്റ് സൈഡ് പോകുക എന്നുള്ളത് കറൻറ്റ് സിറ്റുവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ടൈം ഫ്രെയിമൊക്കെ എടുത്ത് നോക്കിയിട്ട് എല്ലാം ഒരുമിച്ച് വരുമ്പോഴാണ് മാസീവ് മൂവ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്. കാരണം എല്ലാ ആളുകളും അല്ലെങ്കിൽ എല്ലാം ഒരേ ദിശയിലായിരിക്കണം. ഒഴുക്കിൻ്റെ ആ ഒരു രേഖയിലാണ് എല്ലാമെങ്കിൽ അവിടെയാണ് നമുക്ക് 100 പോയിൻറ്റ് 200 പോയിൻറ്റിൻ്റെയൊക്കെ റൈഡ് കിട്ടുന്നത്. അങ്ങനെ മാസത്തിൽ 4 തവണയൊക്കെ വരത്തുള്ളൂ. അത് ഏറെക്കുറെയൊക്കെ നമ്മളൊരു ഏതാ പറയണ്ടേ, ഒരു 50% മേളിൽ 100 പോയിൻ്റൊക്കെ വരാൻ സാഹചര്യമുള്ള സാഹചര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി എടുക്കുന്ന ഒരു ലെവലിലേക്കൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട്. അതെപ്പോഴും ഇല്ല, അത് നമ്മൾ കാത്തിരിക്കണം അതിന് വേണ്ടിയിട്ട്. അന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് എടുത്ത് 3.5 വരെ ഹോൾഡ് ചെയ്യാനുള്ള പരുവമൊക്കെ ഉണ്ട്. അത് നമുക്ക് കാണാം, കാത്തിരുന്ന് കാണാം. അപ്പോൾ 15 മിനിറ്റ്സിൽ ഓൾറെഡി ഡൗണിൽ വന്നിട്ട് ആ 15 മിനിറ്റ്സ് റീഡൈവർജൻസ് ആയിക്കഴിഞ്ഞാൽ ആ ഒപ്പത്തിന് 5 മിനിറ്റും കൂടെ ആയിക്കഴിഞ്ഞാൽ 270 ബ്രേക്ക് ചെയ്താൽ ഒറ്റയടിക്ക് സാധനം മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മൾ ഈ ഒരു ലെങ്തി ക്യാൻഡലിൻ്റെ മോഡലിൽ ഒരു ബ്രേക്ക് ഔട്ടാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ഒരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് 100 പോയിൻ്റ് റൈഡ് ചെയ്യാമല്ലോ. പക്ഷെ ഒരു ലോട്ട് എടുത്ത് വെച്ചിട്ട് കാര്യമില്ല. 2 ലോട്ട് എടുത്ത് ഒരെണ്ണം 270 വിറ്റ്
ബാക്കിയുള്ള ഒരെണ്ണം കോസ്റ്റ് ടു കോസ്റ്റോ 2 പോയിന്റോ കയറ്റി വെച്ച് ലോക്ക് ചെയ്തിട്ട് RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്താൽ, ആദ്യത്തെ തവണ നമ്മൾ അങ്ങനെ ട്രൈ ചെയ്തു, അത് ഫെയിലായി. ഇത് രണ്ടാമത്തെ ട്രൈ ആണ്. വീണ്ടും അതേ സ്ഥലത്ത് അതേ എൻട്രി, അതേ സിസ്റ്റം, അതേ രീതികൾ. ഇത്തവണയെങ്കിലും ബ്രേക്ക് ചെയ്ത് 310 322 പോയി കഴിഞ്ഞാൽ 80 പോയിൻ്റാണ്. അതൊരിക്കലും ഒരു ലോട്ടിൽ എടുത്തിട്ട് ചെയ്യൽ ഇത്തിരി ഡിഫിക്കൽട്ടായിട്ടുള്ള പാടാണ്. ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ലോട്ട് സേഫ് ആക്കി കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ കിട്ടിയല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ളത് കിട്ടിയാൽ ലോട്ടറി, ഇല്ലെങ്കിൽ പോട്ടെ. പക്ഷെ ഒരു ലോട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ അറ്റം വരെ എത്തിയിട്ട് തിരിച്ചു വരാം, ചിലപ്പോൾ 10 പോയിന്റ് കിട്ടാം, ചിലപ്പോൾ ലോസ് ആവാം. അത് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു കോൺഫിഡൻറ്റ് ലെവൽ തരത്തില്ല. അതുകൊണ്ടാണ് 2 ലോട്ട് ട്രൈ ചെയ്യൂ തുടക്കത്തിലെന്ന് പറയുന്നതിൻ്റെ റീസൺ. അപ്പോൾ അങ്ങനെ 279 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത് 2 ലോട്ട് എടുത്തു, ഒരെണ്ണം 270 കൊടുത്തു, ബാക്കിയുള്ളത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ 279 ആണ്, അത് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കറക്റ്റ് 279 അപ്പോൾ താഴത്തുനിന്ന് എടുത്ത ഒരു ലോട്ട് നമ്മൾ അഡീഷണൽ വെച്ചത് ഒരു 250 അല്ല 240 നമ്മൾ എടുത്തത്. അത് 250 ഒരു 10 പോയിന്റ് രണ്ടാമത്തെ ലോട്ട് കയറ്റി വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. അല്ലെങ്കിൽ 279 സ്വസ്ഥമാവുക, അല്ലെങ്കിൽ അത് ഇപ്പോൾ 2 ലോട്ട് എടുക്കുക വ്യക്തിയാണെങ്കിൽ 279 ഒരെണ്ണം കൊടുക്കുക, ബാക്കിയുള്ളത് ഒരു 250 കയറ്റി വെക്കുക. ഹൈ വോളിയം എല്ലാം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി വരാനുള്ളത് 310 അങ്ങോട്ടുള്ള ഫ്ലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഫ്ലോ ആയിരിക്കും. നമ്മൾ 283 ഒരു റിജക്ഷൻ ഉണ്ട്. ആ 283 റിജക്ഷനും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് 310 322 340 പോയി ഗ്യാപ്പ് ഫില്ല് ചെയ്താൽ 240 മുതൽ 340 വരെ 100 പോയിൻ്റാണ്. അതായത് 15 മിനിറ്റ്സിൽ RSIയിൽ ഒരു റീക്രോസ് ഓവർ വന്നിട്ടുണ്ട്. 5 മിനിറ്റിൽ ആ ക്രോസ് ഓവർ ആക്റ്റീവായിട്ട് വന്നു കഴിഞ്ഞാൽ 23,349 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയാൽ, കാരണം ഇന്നലെ കഴിഞ്ഞ ദിവസത്തെ താഴത്തെ ഗ്യാപ്പ് ഫില്ലിങ് ഉണ്ടാവുമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതായത് ഇന്ന് മാർക്കറ്റ് ഒന്നെങ്കിൽ മേളിലത്തെ ഗ്യാപ്പായിരിക്കും ഫില്ല് ചെയ്യണേ, അതായത് ഒന്നെങ്കിൽ മേളിലത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യും, അല്ലെങ്കിൽ രാവിലെ തൊട്ട് മാർക്കറ്റ് ഈ ഒരു ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്ത് താഴത്തെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുമെന്നാണ് പറഞ്ഞത്. നമ്മൾ പീലായിട്ടാണെങ്കിലും കുറച്ച് പോയിന്റുകളൊക്കെ എടുത്തിട്ടുണ്ട്, പിന്നെ കൺസോൾട്ടേഷനാണ് ആ ഭാഗത്ത് വന്നത്. ഇനി അപ്പോൾ നമ്മൾ ഇന്നലത്തെ വ്യൂ ഇട്ട വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് 3 സ്ഥലത്ത് ടച്ച് ചെയ്യാനുള്ള ലെവലുകൾ ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ലെവലാണ് ഇന്ന് രാവിലെ തന്നെ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇനി വൈകിട്ട് മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ നിൽക്കുന്ന ലെവൽ തന്നെ, ഇല്ലെങ്കിൽ 3 ലെവലുകളാണ് 3:30 മാർക്കറ്റ് ക്ലോസ് ചെയ്യാനായിട്ടുള്ളത്. അതിൽ ഒരു ലെവൽ 23,173, സെക്കൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ 23,306 ഗ്യാപ്പ് ഫില്ലിങ്. 15 മിനിറ്റ്സിൽ RSI അപ്പർ സൈഡാണ്, 5 മിനിറ്റിലും മാർക്കറ്റ് അപ്പർ സൈഡാണ്. മാർക്കറ്റ് 282 ഒരു റിജക്ഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്ന് ബ്രേക്ക് ഔട്ട് സ്മൂത്തായിട്ട് പോയി കഴിഞ്ഞാൽ 310 322 മാർക്കറ്റ് പോയാൽ ഇപ്പോൾ എത്ര പോയിൻ്റായി? 43 പോയിൻ്റായി. ഹോൾഡ് ചെയ്ത ഒരു ട്രേഡിൽ 43 പോയിൻ്റ് ഓൾറെഡി ഇപ്പോൾ ആയിട്ടുണ്ട്. ഈ RSI എപ്പോൾ ക്രോസ് ഓവർ ആവുന്നോ അവിടെ വരെ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഒരു ട്രേഡർക്ക് വേണ്ടത്. അത് ഇന്ന് ഏത് രീതിയിൽ വർക്കൗട്ട് ആവുമെന്ന് നമുക്ക് നോക്കാം. ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ക്രോസ് ഓവറിൽ ട്രെയിൽ ചെയ്ത് കൊണ്ടുപോകണം. അപ്പം അത് 300 റിജക്ഷൻ എന്ന് പറഞ്ഞാൽ 310 322 340 ഈ 3 പ്ലേസേ മാർക്കറ്റിലുള്ളൂ. മാർക്കറ്റ് 293 295. കാരണം ഇവിടെ നിന്നൊക്കെ ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് പോകുമെന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മളങ്ങനെ കെട്ടക്കട്ടെ എന്നങ്ങ് വിചാരിക്കണം. അങ്ങനെയാണ് നമ്മൾ ഹോൾഡ് ചെയ്ത് പഠിക്കണേ.
എന്തായാലും RSI ക്രോസ് ഓവർ ആവട്ടെ. കാരണം ഇവിടെ 275 ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ശരിക്കും പി നോക്കിയേ, പി ആ ലെവലിൽ രാവിലെ ഉള്ള ആ ഒരു ക്യാൻഡലിൻ്റെ അതേ ലെവലിൽ തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ സി എവിടെ വരേണ്ടതാ? സി 310 വരേണ്ടതാ, ഇതുവരെ വന്നിട്ടില്ല. കണക്ക് കൂട്ടുമ്പോൾ കറക്റ്റായിട്ട് അതാണ് DKയുടെ വ്യത്യാസം. അപ്പോൾ ഈ ഒരു മേജർ സപ്പോർട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാൽ പിന്നെ 165 വരത്തുള്ളൂ. 165 ഇട്ട് വരുമ്പോഴത്തേക്കും CE 310 ലെവലിലേക്ക് എത്തണം. അപ്പോൾ 165 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാലോ 152 ഭാഗത്തേക്ക് മാർക്കറ്റ് വരണം. അപ്പോൾ 152 ഭാഗത്തേക്ക് വരുമ്പോൾ മാർക്കറ്റ് 322 വരണം. അതാണ് നമ്മൾ കണക്കൂട്ടി വെച്ചിരിക്കുന്ന ഒരു ലെവൽ. അതായത് 165 എത്തുമ്പോൾ 310 എത്തണം, 152 എത്തുമ്പോൾ ഓൾമോസ്റ്റ് 322 എത്തണം, 145 വരുമ്പോഴത്തേക്കും 340 എത്തണം. കാരണം ഇവിടെ ഡെൽറ്റ വാല്യൂ കുറവാണ്, ഇവിടെ ഡെൽറ്റ വാല്യൂ കൂടുതലാണ്. നമ്മൾ അതൊന്നും നോക്കണ്ട, അത്രയും വരെ എത്തുമോ എന്നുള്ള കാര്യങ്ങളല്ല നമ്മുടെ ഇന്നത്തെ ഫോക്കസ്. RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ മാർക്കറ്റ് ഒരു റിജക്ഷൻ എവിടെ വരാൻ പോണേ? കറക്റ്റായിട്ടൊരു റിജക്ഷൻ വരുന്ന സ്ഥലം ഞാൻ പറഞ്ഞുതരാം. 302 302 ഒരു റിജക്ഷൻ വരുമെന്നുള്ള കാര്യങ്ങൾ നോക്കും. ആ റിജക്ഷൻ വരണമെന്നുണ്ടെങ്കിൽ 175 PE ബ്രേക്ക് ചെയ്ത് ഡൗൺ വരണം, നിലവിലുള്ള മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് സി പോവുകയും വേണം. എങ്കിലാണ് 302 ചെറിയൊരു റിജക്ഷൻ വരത്തുള്ളൂ. ഈ നോർമലായിട്ട് ഒരു സി ചെയ്യുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഇൻഡെക്സ് നോക്കിയിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇവിടെ ഹിഡൻ ആയിട്ടുള്ള യാതൊരുവിധ റെസിസ്റ്റൻസോ കാണുന്നില്ല. അപ്പോൾ ഇവിടെ റെഡ് വരുമ്പോൾ എന്തുകൊണ്ട് റെഡ് വരുന്നു എന്നുള്ളത് ഈ ഒരു സിംഗിൾ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല. പക്ഷെ നമ്മൾ പി ചാർട്ട് കൂടെ നോക്കുന്ന അറിയാം, നമ്മൾ 175 എന്നുള്ളത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടാണെന്ന് നമുക്ക് ഈസി ആയിട്ട് അവിടെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇവിടെ കറക്ഷൻ വന്നതെന്ന് നമുക്ക് കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഒരിക്കലും മാർക്കറ്റ് മൂവ് ചെയ്യുമ്പോൾ ഗ്രീൻ തന്നെ വരണം എന്നൊരു കാരണവശാലും വാശി പിടിക്കരുത്. ചിലപ്പോൾ കുറേ റെഡൊക്കെ വരാം, റെഡൊക്കെ വന്നിട്ടായിരിക്കും മാർക്കറ്റ് മേളിലോട്ട് ബ്രേക്കൗട്ടായി പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, RSI ക്രോസ് ഓവർ ആകുമ്പോൾ എവിടെ നിൽക്കുന്നു അത് മാത്രമാണ് നമുക്ക് അറിയേണ്ടതായിട്ടുള്ളൂ. ഏത് ലെവലിലാണ് ആ റിവേഴ്സ് ആവുന്ന ലെവലിലെ ക്യാൻഡിൽസിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണ്, ഇത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ടുണ്ട്. അപ്പോൾ എവിടെ റിജക്ഷൻ വന്നു എന്നുള്ളത് ഇപ്പോൾ സി എടുത്തു വെച്ചിരിക്കുന്ന നോർമലായിട്ട് ചാർട്ട് വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് 293 ഒരു റിജക്ഷൻ ഉണ്ടെന്ന് അറിയില്ല. പക്ഷെ നമ്മൾ ഡബിൾ ചാർട്ട് എടുത്തു വെച്ചേക്കണോണ്ട് നമുക്കറിയാം 175 സപ്പോർട്ട് എടുത്തത് കൊണ്ടാണ് ഈ ഭാഗത്തൊരു റിജക്ഷൻ വന്നതെന്നുള്ളത്. അപ്പം മിക്ക ആളുകൾക്കും പ്രശ്നം പറ്റുന്നത് ഈ ഒരു ലെവലിലാണ്. ഇനിയിപ്പോൾ ആ ഒരു ഹൈ അടുത്ത ടേണിൽ, അത് ഇനി റെഡും ഗ്രീനും മാറി വന്നിട്ട് ഈ ഒരു ലെവൽ ഒന്ന് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുക, ആ ഒപ്പത്തിനൊപ്പം 175 ഒന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വരിക, ആ സമയത്താണ് അടുത്ത മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. 5 മിനിറ്റിൽ RSIയിൽ ഒരു തിരിവ് ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. 175 മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടാണ് തിരിച്ചു പോയത്. ആ റിജക്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ 290. അപ്പോൾ സാധാരണ സി ഇപ്പോൾ ഒരു കോള് കിട്ടിക്കഴിയുമ്പോൾ അവർ പറയും 257 എൻട്രി പോയിൻ്റ് ടാർഗറ്റ് 310 325 ടാർഗറ്റ് പറയും. നമ്മളത് എടുത്തിട്ട് വൈകുന്നേരം ആയാലും അങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഹോൾഡ് ചെയ്ത് നിൽക്കും. ഇതാണ് മെജോറിറ്റി കോൾ എടുക്കുന്ന ആൾക്കാരും ട്രാപ്പിലായി പോകുന്നതിൻ്റെ റീസൺ. പക്ഷെ നമുക്കറിയാം 275 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് 292 ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തു, ഒപ്പത്തിനൊപ്പം 175 പക്ക ഒരു സപ്പോർട്ട് എടുത്തു. അപ്പോൾ നമുക്കറിയാം അവിടെ ഒരു സപ്പോർട്ടാണ്, ആ ലെവൽ ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്നാലേ പി ഡൗൺ ആവുള്ളൂ, അല്ലെങ്കിൽ പി റിവേഴ്സ് ആവും. അപ്പോൾ നമ്മൾ ഇവിടെ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നമ്മൾ ട്രെയിൽ ചെയ്ത് കറക്റ്റായിട്ട് അത് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസീവ് പ്രോഫിറ്റാണ്. ഇനി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, 310 322 നമുക്ക് കൊണ്ടുപോകാം, പ്രശ്നങ്ങളില്ല. അപ്പോൾ ഇവിടുത്തെ കറക്റ്റ് റിജക്ഷനിൽ നിന്ന് ഓപ്പോസിറ്റ് ആ ഒരു മൂവ്മെൻറ്റ് ഇത് ട്രെയിൽ ചെയ്ത് ലോക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് 175 എൻട്രി എടുത്താലും അത് RSI ഓൾറെഡി റീക്രോസ് ഓവർ ആയിട്ടുണ്ട്.
ആ റീക്രോസ് ഓവർ മേ ബി ഇനിയുള്ള റിജക്ഷൻ പോയിന്റ് 210 ആണ്. 210 ബ്രേക്ക് ചെയ്ത് പോയാലാണ് ഫസ്റ്റ് റിജക്ഷൻ 187, സെക്കൻഡ് റിജക്ഷൻ നിൽക്കുന്ന ലെവല്, തേർഡ് റിജക്ഷൻ 210. ഇനി 275 മുകളിലോട്ടൊരു മൂവ് വരുമ്പോൾ വീണ്ടും അത് മുകളിലോട്ട് പോകാം. അങ്ങനെ നമുക്ക് സ്കാൽപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ 248 മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 248 ഒരു സപ്പോർട്ട് എടുക്കുന്നുണ്ട്. 248 പക്ക ഒരു സപ്പോർട്ടാണ്. അപ്പോൾ ഈ ഒരു 240 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 218 വരെ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ 203, 205, 208 ഒരു റിജക്ഷൻ പോയിന്റ്. ആ റിജക്ഷനും ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് മുകളിലോട്ടും പോകണം. CE 240 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ടും വരണം. 240 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് താഴത്തോട്ട് വന്നാൽ 219 മാർക്കറ്റ് ഫാൾ ആവുന്നു. 210 ആയിട്ടുണ്ട് PE. അപ്പോൾ 175 മുതൽ 210 വരെ, 210 എന്ന് പറയുമ്പോൾ 35 പോയിൻ്റാണ് ഓൾറെഡി നമുക്കവിടെ കിട്ടിയിരിക്കണം. പക്ഷേ നിലവിലൊരു ഗ്യാപ്പ് ഫില്ലിങ് അവിടെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നേരെ മുകളിലോട്ടാണ് പോകണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിരിച്ച് താഴത്തോട്ട് വരും. അതല്ല കണ്ടിന്യൂഷൻ പീക്ക് മുകളിലോട്ടാണ് പോകാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ലോ ക്ലിയർ ചെയ്തിട്ടേ മാർക്കറ്റ് മുകളിലോട്ട് പോവുള്ളൂ. അപ്പോൾ അതിൻ്റെ 208 എന്നുള്ളത് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെക്കുന്നതാണ് വളരെ ബുദ്ധിപരമായിട്ടുള്ള തീരുമാനം. കാരണം അവിടെ ഒരു ലോ ക്ലിയർ ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ 240 നിന്ന് 47 വരെ, അതായത് ആ ലോ ക്ലിയർ ചെയ്യുമ്പോൾ എവിടം വരെ പോകുമെന്നുള്ളതും ഒരു എന്താ പറയണ്ടേ, ഒരു നല്ല സിസ്റ്റമാണ്. ഒന്നെങ്കിൽ പോയിട്ട് തിരിച്ചു വരണം, അല്ലെങ്കിൽ ഡയറക്റ്റ് താഴത്തോട്ട് പി ഇറങ്ങണം. രണ്ട് ഓപ്ഷൻസേ നിലവിൽ കാണുന്നുള്ളൂ. 240 നല്ലൊരു സപ്പോർട്ട് ലെവലാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് നേരെ ലോക്ക് ചെയ്തോ താഴത്തോട്ട് അടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ലോ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഹൈ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ വീണ്ടും മുകളിലോട്ടായിരിക്കും മാർക്കറ്റ് പോകുന്നത്. കാരണം പിയിൽ RSI ക്രോസ് ഓവർ കിട്ടിയിട്ടുണ്ട്. ഒന്നെങ്കിൽ നേരെ പോകും, ഇല്ലെങ്കിൽ ലോ ക്ലിയർ ചെയ്തിട്ട് പോകും. അതാണ് നമ്മൾ തീരുമാനിച്ചത്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ മടുത്തു, ഒരുപാട് സമയമായി, 10:45, 11 മണിക്ക് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒരു ചാർട്ട് പഠിക്കുമ്പോഴുള്ള അഡ്വാൻറ്റേജ്. എവിടെ സപ്പോർട്ട്, എവിടെ റെസിസ്റ്റൻ്റ്, കൃത്യമായിട്ട് അതിനെ കറക്റ്റായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് പ്രോഫിറ്റായിട്ട് ഇറങ്ങാൻ പറ്റും. അപ്പം അങ്ങോട്ടുള്ള പോയിൻ്റ് എത്രയെന്ന് ആലോചിച്ച് ചോദിക്കുക. അപ്പോൾ നമ്മളവിടെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ 240 കയറി 296 വേണ്ട 290 ഇറങ്ങി, 50 പോയിൻ്റ് ഇറങ്ങി. അപ്പോൾ 290 നിന്ന് 322 വരെ എത്ര പോയിൻ്റ് ഉണ്ട്? 32 പോയിൻ്റ് ഉണ്ട്. ആ 32 പോയിൻ്റ് നമുക്ക് അവിടെ നിന്ന് തന്നെ എടുക്കണമെന്ന് യാതൊരുവിധ നിർബന്ധമില്ല. അത് അവിടെ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് സപ്പോർട്ടാണെന്ന് ആഗ്രഹിച്ച് ഇവിടെ നിന്ന് റിവേഴ്സ് എടുത്താലും 180 നിന്ന് 40 അവിടെ പോകുന്ന പോയിന്റിനേക്കാളും കൂടുതൽ പോയിന്റ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അവിടെ കറക്റ്റായിട്ട് റെസിസ്റ്റിൽ ഇറങ്ങി ഓപ്പോസിറ്റ് ഇവിടെ നിന്നുള്ള സപ്പോർട്ടിൽ നിന്ന് ഒരു എൻഗൾഫിങ്ങോ അല്ലാതെ നമുക്കൊരു എൻട്രി കയറിയാൽ ആ പോയിന്റ് നമുക്ക് ഇവിടെ നിന്നാലും കിട്ടിയാൽ പോരെ. ഇതിൽ നിന്ന് തന്നെ കിട്ടണമെന്ന് നമുക്ക് ഒരു വാശിയില്ല. അങ്ങനെ വാശിയുള്ളവരാണ് സാഹചര്യത്തിനനുസരിച്ചിട്ട് മാറ്റം വരാതെ ചെയ്യുമ്പോൾ പരാജയപ്പെട്ടു പോകുന്നത്. അപ്പോൾ എനിവേ 208 നല്ല നിലവിലത്തെ ക്യാൻഡിലിൻ്റെ ലോവിൽ ട്രെയിൽ ചെയ്ത് വെച്ചിട്ട്, കാരണം ഇതൊരു സപ്പോർട്ടാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. 243 എന്നുള്ളത് കറക്റ്റ് സപ്പോർട്ടാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം നെക്സ്റ്റ് ക്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ 218 വരെ സപ്പോർട്ട് സോൺ കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് സിംഗിൾ ലോട്ട് എടുത്താൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ആവറേജ് ചെയ്യേണ്ടി വരും. ഇവിടെ നിന്ന് നമ്മൾ ആവറേജ് ചെയ്താൽ ആ ആവറേജ് ചെയ്ത ലോട്ട് 232 ഇറങ്ങണം. എന്നിട്ട് വീണ്ടും മാർക്കറ്റ് 220 നിന്ന് ആവറേജ് ചെയ്യണം, അല്ലെങ്കിൽ 220 നിന്ന് ആവറേജ് ചെയ്യണം. അതാണ് റോങ് ഡയറക്ഷണൽ ട്രേഡിങ്ങിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്.
കാരണം ഇവിടെ ഈ ഒരു ലെവല് രാവിലെ കിടക്കുന്ന കാരണം 219 ഒരു സപ്പോർട്ട് സോണാണ്. ആ സപ്പോർട്ടിട്ട് വരുന്നതനുസരിച്ചിട്ട് മേ ബി RSI പീക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന കാരണം മുകളിലോട്ട് ഇനിയും പോയേക്കാം. ആ മൂവ്മെൻറ്റ് 236 253 വരെ പോയേക്കാം. നമ്മൾ ഓൾറെഡി അത് വരച്ച് വെച്ചിട്ടുണ്ട് നേരത്തെ. 1 മണിക്കൂറാണ് ഇന്നത്തെ ലൈവ് വീഡിയോ. അത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ നിന്ന് താഴത്തോട്ട് അടി അടിക്കും. ആ അടി 219 വരെ വരും. 219 വരെ വരുമ്പോൾ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റ് 235 വരെ പോകുമെന്നാണ് പറഞ്ഞത്. 236 236 എന്നുള്ളത് 244 253 വരെ സ്പേസ് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് നല്ല മൂവായിരുന്നു നോക്കിയേ. 175 നിന്ന് 244 വരെ. അത് 253 മുകളിൽ പോയാൽ അവിടെയും കിട്ടും 80 പോയിൻറ്റ്. ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ സിംഗിൾ ലോട്ടിൽ വരെ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ 5000 റുപ്പീസ് നമുക്ക് ഒപ്പിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടാർഗറ്റ് അങ്ങോട്ട് എത്തി 253 എത്താൻ തയ്യാറായിട്ട് ഏകദേശം ഒരു ലെവലാണ് നമ്മൾ വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ കറക്റ്റ് സപ്പോർട്ട്, കറക്റ്റ് റിജക്ഷൻ. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് ട്രെയിൽ ചെയ്ത് നമ്മളത് ലോക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞതിന് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ടുള്ള മൂവ്മെൻ്റ് ആണ് 268. അപ്പോൾ ഏകദേശം 175 അല്ലെങ്കിൽ 175 180 നിന്ന് എടുത്താലും ഓൾമോസ്റ്റ് 90 പോയിൻ്റാണ് എന്തിൽ റൈഡായിരിക്കണേ, പിയിൽ റൈഡായിരിക്കണത്. അപ്പോൾ എന്തായ അവസ്ഥ? ഒന്നും ആയിട്ടില്ല. RSI മുകളിലിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോൾ എവിടം വരെ പോകുന്നു ദൈവം തമ്പുരാനറിയാം. നമുക്ക് നോക്കാം, ഒന്ന് വൈഡനിങ് ചെയ്ത് നോക്കാം. എവിടെയെങ്കിലുമൊക്കെ സ്പേസ് കിടപ്പുണ്ടോ ഇല്ല എന്നുള്ള കാര്യങ്ങളൊന്ന് നോക്കട്ടെ. 265 കറക്റ്റ് ട്രിഗർ പ്രൈസ്. പക്ഷേ 265 മേളിലോട്ട് അടുത്തൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 272 കൺസോൾട്ടേഷൻ സോണ്. അപ്പോൾ പറഞ്ഞു വന്നത്, കോള് കിട്ടുമ്പോൾ ഇവിടം വരെ പ്രോഫിറ്റ് ആക്കിയിട്ട് അതിന് മേളിലോട്ടുള്ളതും കൂടെ വായു പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കില്ല. ആ പോയിൻ്റ് ഇരട്ടി ആളുകൾക്ക് പോയിട്ടുണ്ട്. അതാണ് ഇങ്ങനത്തെ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടും അതിൻ്റേതായിട്ടുള്ള ഡബിൾ ചാർട്ട് വെച്ചിട്ട് നോക്കുമ്പോഴും കിട്ടുന്ന ബെനിഫിറ്റ്. ശരിക്കും പറഞ്ഞാൽ ഒറ്റക്കാണെങ്കിൽ ഒരു 7 ലോട്ടോ ആവറേജ് ചെയ്ത് ലോട്ടോ ഒക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാസത്തിൽ 4 ട്രേഡ് ചെയ്താൽ തീരാവുന്ന കേസേ ഉള്ളൂ നമ്മുടെ കാര്യങ്ങളൊക്കെ. അത് പറയുന്നത് കൃത്യമായിട്ട് ഫോളോ ചെയ്യാനും കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനും ഡിസിഷൻ എടുക്കാനും പറ്റിയാൽ മാത്രമാണ് ഇങ്ങനെയുള്ള മൂവൊക്കെ റൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, 2 ലോട്ട് എടുക്കുക, ഒരെണ്ണം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ ഒരു സേഫ് സോണിൽ ഇറങ്ങുക, ബാക്കിയുള്ള ഒരെണ്ണം ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിക്കണം. ട്രെയിൽ ചെയ്ത് പോവുക. കാരണം 272 മാർക്കറ്റ് ഇഞ്ച് കൺസോൾട്ടേഷൻ ഏരിയ കവർ ചെയ്യാനായിട്ടുണ്ട്. RSI ഓൾറെഡി പി സൈഡാണ് നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് ഒരു 236 ഒക്കെ ട്രെയിൽ ചെയ്ത് വെച്ചാൽ അവിടെ കിടക്കട്ടെ എന്ന് നോക്കണം. കിട്ടുവാണെങ്കിൽ മാസീവായിട്ട് കിട്ടണം, ഇല്ലെങ്കിൽ കിട്ടരുത്. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണ് പറഞ്ഞത്? ഇന്ന് 100 പോയിൻറ്റിനുള്ള ഒരു ചാൻസ് ഉണ്ട്. 100 പോയിൻറ്റും കൊണ്ടേ നമ്മളിന്ന് പോവുള്ളെന്നും പറഞ്ഞുകൊണ്ടാണ് രാവിലെ വന്നതും നോൺ സ്റ്റോപ്പായിട്ട് 11 മണി വരെ ലൈവിലിരുന്നപ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തതാണ്. എവിടെന്നോ ഒരു 100 പോയിൻ്റ് കിട്ടാനുണ്ട്. ആ 100 പോയിൻ്റ് ഇന്നലെ ഞാൻ പറഞ്ഞു, മിനിഞ്ഞാന്നും ഞാൻ പറഞ്ഞു, പക്ക കൺസോൾട്ടേഷനാണ്. അപ്പോൾ SMA ഒന്നെങ്കിൽ മേളിലത്തെ ഗ്യാപ്പ് ഇല്ലെങ്കിൽ താഴത്തെ ഗ്യാപ്പ്. അതിൽ ആദ്യത്തെ ഒരു ഗ്യാപ്പ് ഫില്ല് കഴിഞ്ഞു. ഇനി താഴത്ത് വേറൊരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. ആ ഫില്ലിങ് എവിടം വരെയും അത് കണ്ടുകൊണ്ട് നമുക്ക് ബാക്കി നോക്കാം. താഴത്തെ എവിടെയാ? കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസത്തെ ഒരു ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്യാനായിട്ടുണ്ട്. അത് ഫില്ല് ചെയ്യാനായിട്ടാണ് മാർക്കറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് പിയിലാണെന്ന് നമുക്ക് മനസ്സിലായി. അത് കറക്റ്റായിട്ട് 15 മിനിറ്റ്സിൽ RSI ഒരു റീകർവായിട്ട് വീണ്ടും റീകർവായിട്ട് താഴത്തോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് ഹയർ ടൈം ഫ്രെയിം ആണെങ്കിലും ചെറിയ ടൈം ഫ്രെയിം നോക്കിയിട്ട് നമുക്ക് ക്വിക്കായിട്ട് തീരുമാനം മാറ്റിയെടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിനി ഇൻഡെക്സിലേക്ക് നോക്കുന്നില്ല. ഇൻഡെക്സിലേക്ക് അല്ലെങ്കിൽ സ്ട്രൈക്കിൽ നമുക്ക് കിടക്കുന്നത് എവിടെയാണ്? 272 കൺസോൾട്ടേഷൻ.
അവിടെ നിന്നും പോയി കഴിഞ്ഞാൽ 272.85 മനസ്സിൽ വെച്ചുകൊണ്ട് 72.85 മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് നോക്കാം. വയലറ്റ് ലൈൻ, വയലറ്റ് ലൈൻ, വയലറ്റ് ലൈൻ, വയലറ്റ് ലൈൻ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ബേസിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് അവിടെ നിന്ന് റിവേഴ്സ് ആവുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇനി സിയിൽ നോക്കിയാൽ മതി. അടുത്ത 2 ക്യാൻഡിലൊന്ന് ഫോം ആയിക്കോട്ടെ. അതായത് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ 15 മിനിറ്റ്സിൻ്റെ നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അടുത്ത ക്യാൻഡിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് തിരിച്ച് മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് സിയിൽ ഹോൾഡ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് താഴത്തോട്ട് വരും. ഇനി ഇൻഡെക്സ് വെച്ചുകൊണ്ട് നമുക്ക് കുറച്ച് നേരം കൂടെ ഫോക്കസ് ചെയ്യാം. അപ്പോൾ 273 നമ്മൾ 272 ഒരു കൺസോൾട്ടേഷൻ സോൺ പറഞ്ഞിട്ടുണ്ട്. 282 ഒരു അപ്പർ ലെവലും നമ്മൾ പറഞ്ഞിട്ടാണ് നേരെ ഇൻഡെക്സിലേക്ക് പോന്നേക്കണത്. ഓൾറെഡി 272 കൺസോൾട്ടേഷൻ മാർക്കറ്റ് റീച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹൈ നമ്മൾ പറഞ്ഞേക്കണത് ഏകദേശം 284 അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ സെയിം സ്ട്രൈക്ക് വെച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ റീസൺ ഒരെണ്ണം അപ്പുറത്തിൻ്റെ കിടപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്ട്രൈക്ക് നമുക്ക് മാറ്റാം. കാരണം ഉള്ളതൊന്ന് റീച്ച് ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്യണേ. അപ്പോൾ ഇടക്കിട്ട് കയറുമ്പോൾ അത് വലിയ സ്ട്രൈക്കാണ്. പക്ഷേ 271, 270 കയറിയ ആളുകൾക്ക് അത് വലിയ സ്ട്രൈക്കൊന്നുമല്ല. അതാ കയറി പോകണ അത്രയും കയറിപ്പോക്കോട്ടെ, ലോക്ക് ചെയ്ത് പോവാണ്. അതിൻ്റെ എമൗണ്ട് എന്തായാലും PNL ഒന്നും കാണിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരാഴ്ചത്തേക്ക് ട്രേഡ് ചെയ്യണ്ട, അത്രയും കണക്കാക്കിയാൽ മതി. അത് ഇങ്ങോട്ടൊന്ന് മുട്ടട്ടെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ എവിടം വരെയായി നമ്മൾ പറഞ്ഞത് ഏകദേശം ആട്ടോ 23,098. അപ്പം നമ്മൾ സ്ട്രൈക്കിലേക്ക് നോക്കുന്നില്ല. സ്ട്രൈക്ക് നമ്മൾ പറഞ്ഞത് അടുത്ത ലെവൽ 284 എന്നാണ് പറഞ്ഞത്. കറക്റ്റ് 284 മാർക്കറ്റ് ഇപ്പം നിൽക്കുന്നത്. 286 ആയിട്ടുണ്ട്. ബ്ലൂ ലൈൻ കുറച്ചും കൂടെ കട്ട് ചെയ്ത് താഴത്തോട്ട് ഇറക്കാം വേണമെങ്കിൽ. ഇതിവിടെയാണ് ഗ്യാപ്പ് ഫില്ലിങ് നടക്കുന്നത്. 287 289 291 സ്ട്രൈക്ക്. ഇവിടെ കാണാം 287 288 എന്നും പറഞ്ഞ് കാണാൻ പറ്റും. അതായത് 100 പോയിൻ്റ് റൈഡ്. ഇന്ന് രാവിലെ നമ്മൾ 100 പോയിൻ്റ് റൈഡ് ആഗ്രഹിച്ച് വന്നു. ചാർട്ട് നമ്മളെ പിടിച്ചിരുത്തി. സാധാരണ ഈ സമയത്തൊക്കെ നമ്മൾ പോകുന്നതാണ്. പക്ഷെ ചാർട്ട് നമ്മളെ പിടിച്ചിരുത്തി 100 കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ 150 പോയിൻ്റ് അടുത്ത് റൈഡ് ഡിസിപ്ലിനായിട്ട് ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടിയേനെ. അപ്പോൾ ട്രെയിൽ ചെയ്ത് വെക്കൂ, 2 ലോട്ട് എടുക്കൂ, ഒരെണ്ണം പ്രോഫിറ്റിൽ ഇറങ്ങൂ, ഒരെണ്ണം ട്രെയിൽ ചെയ്ത് വെക്കൂ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യർ കേൾക്കത്തില്ല. അപ്പോൾ അങ്ങനെ ട്രെയിൽ ചെയ്ത് വെച്ചിരുന്നെങ്കിൽ ഒരെണ്ണത്തിൽ 20 പോയിൻറ്റും ബാക്കിയുള്ളതിൽ 100 120 പോയിൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ബെറ്ററാണ്. അപ്പോൾ ഗ്യാപ്പ് ഓൾറെഡി ഫില്ലായിട്ടുണ്ട്. 290 മറ്റേത് ലോക്ക് ചെയ്തിട്ടുണ്ട്. 285 ലോക്കായി. കാരണം ഈ പോയിൻ്റ് അല്ല, അതിന് മുമ്പത്തെ പ്രീവിയസ് ആയിട്ടുള്ള 15 മിനിറ്റ്സ്. ഇനിയിപ്പോൾ ഇത് 5 മിനിറ്റിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ഒന്നും കൂടെ നമുക്കറിയാൻ പറ്റും ഗ്യാപ്പ് കറക്റ്റായിട്ട് ഫില്ലായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ കാണിച്ചു തരാം. അതാണ് നമ്മൾ സ്ട്രൈക്ക് ഇതും കൂടെ നോക്കണം എന്ന് പറയുന്നതിൻ്റെ റീസൺ. ഒരു പൊടിക്കും കൂടെ ഉണ്ട് കേട്ടോ. 15 മിനിറ്റ്സിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അതാണ് നോക്കിയത്. പക്ഷേ 5 മിനിറ്റ് വെച്ച് നോക്കുമ്പോൾ 23,096 ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള ഏരിയ എന്ന് കാണിക്കുന്നത്. നമുക്ക് 15 മിനിറ്റ്സിൽ മുട്ടിയാൽ മതി. 285 ഓൾമോസ്റ്റ് ഡണ്ണാണ് കാര്യങ്ങൾ. 284 ആ ലെവലിലാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. 288 90 വരെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെ നിന്നും മാർക്കറ്റ് മൂവ് ചെയ്താൽ സ്ട്രൈക്ക് വൈസിൽ ഗ്യാപ്പ് മുട്ടണമെന്നുണ്ടെങ്കിൽ 308 ആവണം. അപ്പോൾ 23,096 ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ വന്നു കഴിഞ്ഞാൽ അടുത്ത ക്യാൻഡിൽ
സപ്പോർട്ട് എടുക്കുന്നത് 23,096 23,088 എന്നുള്ള കാര്യങ്ങൾ നോക്കാം. നേരെ മറിച്ച് ഇതൊരു മോർണിംഗ് സ്റ്റാർ ആയിട്ട് ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റ് റിവേഴ്സ് പോകത്തുള്ളൂ. കാരണം ഇവിടെ നിന്ന് ഇനിയൊരു ഹൈപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ മാർക്കറ്റ് പോയി ഹിറ്റ് ചെയ്യാനുള്ള സ്ഥലം ഏകദേശം കേട്ടോ, കറക്റ്റ് ഒന്നുമല്ല, ഒരൊറ്റ ഹൈപ്പ് മേളിലേക്ക് വീണാൽ, വിക്ക് മേളിലോട്ട് വീണ് കഴിഞ്ഞാൽ ഏകദേശം 309 310 മാർക്കറ്റ് നല്ല രീതിയിൽ പോകുന്നു, കൺസോൾട്ടേഷൻ ചെയ്യുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഒരു ബിഗ് അപ്പ് ഉണ്ടായാൽ 309 320. കാരണം ഇവിടെ ഗ്യാപ്പ് ഫില്ലിങ് കറക്റ്റായിട്ട് നടന്നിട്ടില്ല, ഭയങ്കര വോളിയം ഫ്ലക്ച്വേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾക്കാർ വിചാരിക്കും ഇവിടെ നിന്ന് റിവേഴ്സ് കയറുന്നു, പക്ഷെ ഇവിടെ നിന്ന് സി എടുക്കുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. ഒരൊറ്റടിക്ക് താഴത്തോട്ടടിക്കും, മാർക്കറ്റ് PE 310 വരെ പോകും. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. RSI ഓൾറെഡി ഡൗൺ ആയിട്ട് തന്നെയാണ് കിടക്കണേ, ഹയർ ടൈം ഫ്രെയിമും കംപ്ലീറ്റ് ഡൗണിലേക്കാണ്. നമ്മൾ PE ഹയർ ടൈം ഫ്രെയിം കംപ്ലീറ്റ് ഡൗണിലേക്കാണെന്ന് അറിയാം, എന്നിട്ട് നമ്മൾ സിയിലെടുത്തു, കറക്റ്റ് റിജക്ഷനിൽ നമ്മൾ ഇറങ്ങി ഓപ്പോസിറ്റ് എടുത്തു, 100 പോയിന്റ് കൂടുതൽ നമ്മൾ റൈഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിവേ ഇനി RSI കറങ്ങി തിരിഞ്ഞ് വന്നിട്ട് നമുക്ക് സിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യാം.